welcome to a fresh episode of Comedy Masala. നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഈ വേദിയിലേക്ക് എത്തിയിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഓഡിയൻസിനെ ആദ്യം തന്നെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഈ വേദിയിലേക്ക് നമ്മുടെ പ്രിയങ്കരായ രണ്ട് താരങ്ങളെ കൂടി സ്വാഗതം ചെയ്യുന്നു, നെൽസൺ ശൂരനാട് ആൻഡ് ഉല്ലാസ് പന്തളം. അപ്പോൾ രണ്ടുപേർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഒരു തകർപ്പൻ സ്കിറ്റുമായി വേദിയിലേക്ക് എത്തുകയാണ് ടീം സൂപ്പർ ജോക്കേഴ്സ്. പലതരം ആട്ടങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. ഇതാണ് മുതുക്ക് കൂത്താട്ടം. നിങ്ങളെ അനന്തരവന്റെ കല്യാണം പോലും കഴിഞ്ഞത് അല്ല, നിങ്ങളെ കല്യാണം അല്ലല്ലോ കഴിഞ്ഞ. നിങ്ങൾ ഇങ്ങനെ കിടന്ന് തുള്ളി ചാടാൻ. നീ ഇവിടെ പാചകത്തിന് വന്നവനാണോ? എന്നാൽ നീ ഇവിടുത്തെ കലവറയിലെ കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി. അടുക്കള കാര്യങ്ങളൊക്കെ ഇവിടെ നമ്മൾ നോക്കിയോളാം കേട്ടാ. അതൊക്കെ ഞാൻ നോക്കിയോളാം. എന്റെ മാമ ഇത് അരിയണ്ടേ മാമ? ഇതൊക്കെ പിന്നെ എല്ലാം അരിഞ്ഞിടണം കേട്ടോ. അത് ഇതൊക്കെ കറക്റ്റ് ആയിട്ട് അരിഞ്ഞിടണം. പിന്നെ നമ്മള് പിന്നെ ഇത് അരിഞ്ഞിടുമ്പോ എങ്ങനെയാണ് അരിഞ്ഞിടേണ്ടത്? ഇതൊക്കെ നമ്മൾ പെതുക്കെ ഇങ്ങോട്ട് നൈസില് ഇട്ടാ മതി കേട്ടോ. എത്ര നീളത്തിൽ അരിയണം? എത്ര ഒരു എടാ നിനക്ക് എത്ര നാളോട് ഞാൻ പറഞ്ഞു തരുവാടാ, നിനക്കൊന്നും അറിയത്തില്ലേ ഇത്? എടാ നമ്മളൊരു പാചകത്തിന് എല്ലാരും ചെയ്തോണ്ടിട്ട് കണ്ണാമെന്നു പറഞ്ഞു നമ്മൾ അരിഞ്ഞിടില്ല. വെണ്ടയ്ക്ക ഈ നീളത്തി അരിയണം, പാവയ്ക്ക ഈ നീളത്തി അരിയണം, മുരിങ്ങയ്ക്ക ഈ നീളത്തി അരിയണം. അപ്പൊ വിരളം ചെന്നിട്ട് വേണേ, ഇല്ലെങ്കിൽ എനിക്ക് അളവ് പറ്റുമെന്ന്. നിങ്ങളെ കുറെ നാളായിട്ട് ഇവിടെ കാണാനില്ലായിരുന്നല്ലോ. ഞാൻ ഇവിടെ ഇല്ലായിരുന്നു, ഞാൻ കുറച്ചാള് ഗൾഫിലായിരുന്നു പാചകമൊക്കെ ആയിട്ട്. ഗൾഫിലായിരുന്നു? ഓ ആ, ഞാൻ പത്രത്തിൽ വായിച്ചായിരുന്നു. ഈ പത്രക്കാരെ കൊണ്ട് തോറ്റ് എവിടെ തിരിഞ്ഞാലും ചുമ്മാ പത്രക്കാരിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. നിങ്ങൾ ഗൾഫിലേക്ക് പോയെന്നോ, അറബിക്ക് പാചകം ചെയ്ത് കൊടുത്തെന്നോ, അങ്ങനെ 5-6 അറബികൾ വയറിളകി ചത്തെന്നോ ഒക്കെ ഇങ്ങനെ വായിച്ചു. നിങ്ങളെ കല്യാണത്തിന് വിളിക്കൊന്നുമില്ല, പിന്നെ നിങ്ങൾ വെറുതെ വന്നിട്ട് തിന്നിട്ട് അങ്ങ് പോയാൽ മതി. ചുമ്മാ ആവശ്യമില്ല, ചൂടാവേണ്ട കാര്യമില്ല. ഞാൻ ഇവിടെ വേണ്ടപ്പെട്ടവര് വിളിച്ചിട്ടാ വന്നത്. ആരാണ് അവര്? അതാരാ? അത് ആരാന്നറിയാൻ വേണ്ട. ഇവിടെ കല്യാണത്തിന് വിളിച്ചെന്നൊക്കെ പറയണം. ഇനി ലെറ്റർ കാണിച്ച് ലെറ്ററൊക്കെ ഉണ്ടാകും, എനിക്കറിയാൻ വയ്യ. നമ്മൾ രണ്ടുപേരേ ഉള്ളൂ. ചുമ്മാ വരാൻ പറ. ഉള്ളിയും നേരെ തേങ്ങയൊക്കെ തരുവ ആള് വേണം. ചുമ്മാ ഇരിക്കണമെങ്കിൽ വന്നു നമുക്ക് സഹായിക്കാം. ഞാൻ വരാം. എടാ പിന്നെ ചേട്ടാ, ചുമ്മാ ഇന്ന് പെണ്ണും ചെറുക്കനും ഇങ്ങോട്ട് വരുന്ന ദിവസമാണ്. ചുമ്മാ നമ്മളെ നീയെ നാണം കെടുത്ത് എനിക്കൊരു അന്തസ് ഇവിടെ ഉണ്ട്. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുന്നു. പിന്നെ ഈ പെണ്ണ് ഇങ്ങനെ നല്ല കാശൊക്കെ ഉള്ള വീട്ടിലെ പെണ്ണ് കാശുള്ള ടീമാണെന്ന്. ഹൈ ലെവൽ ടീം അല്ലേ? ഹൈ ലെവൽ ടീം. പിന്നെ എന്റെ മരുമകനായതുകൊണ്ട് ഞാൻ അവനെ പോറ്റി പറയുവാ നീ കരുതല്ലേ. എടാ ഇതുപോലെ സൽ സ്വഭാവിയായ ഒരു ചെറുപ്പക്കാരൻ. അവന്റെ മുഖം ഒന്ന് കാണണം. ഓറഞ്ചിന്റെ നിറവാ. ഓറഞ്ചിന്റെ നിറം. അവന്റെ മുഖത്ത് നമ്മളൊന്ന് തൊട്ടാണല്ലോടാ ചോര തെറിക്കും. വെച്ചാണോ ചോരണ്ടോ? ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയാം. സംസാരിച്ചോണ്ടിരുന്ന കാര്യമില്ല. ഇവിടെ വരുന്നവർക്ക് ആഹാരം മാത്രം കൊടുത്താൽ മതിയാ. വന്ന് കയറുമ്പോ അവർക്ക് വല്ല കുടിക്കാൻ കൊടുക്കണ്ടേ? നമ്മൾ പള്ളിക്കൂടത്തിലൊന്നും പോയിട്ടില്ല, നമുക്ക് വലിയ പിടുത്തില്ല. പോയിട്ടില്ലേ? വേണ്ട, ഞാൻ പറഞ്ഞു വന്നത് ഈ സ്കോഷ് കലക്കണം. സ്കോഷ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ആര് കലക്കും? അണ്ണ കലക്കൂലേ? ഞാൻ കലക്കൂല. എനിക്ക് പറഞ്ഞു കൊടുത്ത് കലക്കാൻ. എന്താ ഇവിടെ മറ്റേ ഇത് അവര് വരുമ്പോ സമയത്തൊക്കെ വെള്ളം വല്ലതും കൊടുക്കണ്ടേ? ഞാൻ കേട്ടു സ്കോഷ് ഒക്കെ കലക്കുന്ന കാര്യം പറയുന്നത് കേട്ടാ. നിങ്ങളെ പാചകത്തിനാണ് വിളിച്ചത്. അപ്പൊ നിങ്ങൾ ആ കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി. സ്കോഷ് അത് ഞാൻ കലക്കും. അയാള് നിനക്ക് അറിഞ്ഞൂടാത്ത അങ്ങനെ ഈ പഞ്ചായത്തിലെ 3-4 കുടുംബം കലക്കിയ ആളാണ് അങ്ങനെ. അതെനിക്ക് പിന്നെ ഈ സ്കോച്ച് കലക്കണ വലിയ കാര്യമൊന്നുമില്ല. കിട്ടിയിരുന്നെങ്കിൽ ലക്ഷങ്ങൾ എന്റെ കയ്യിരുന്ന ഒരു വെള്ളയലി ചാടിപ്പോയി. കിട്ടിയ 50-50. എടാ അത് വെള്ള എലിയൊന്നും അല്ല. പിന്നെ ഇവിടെ ദോശ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ മാവ് മേടിച്ചു വന്നില്ലേ, അതിന് ഇറങ്ങി പോണേന്ന്. പെറ്റ് കിടക്കേണ്ട അവിടെ. നീ മിണ്ടല്ല, നീ നമ്മളെ പണി പോവും. ഇന്നലത്തെ ഒരു കാര്യം പറയാൻ പറ്റും. ഇന്നലെ നമ്മൾ സാധനം വാങ്ങിച്ചില്ലേ? സാധനം വാങ്ങിച്ചപ്പോ അണ്ണൻ പറഞ്ഞില്ല ഇവിടെ ആളെണ്ണം കൂടുതലാണ്, അപ്പൊ നമുക്ക് കുറച്ചുകൂടി സാധനം വേണമെന്ന്. അങ്ങനെ ലിസ്റ്റ് വാങ്ങിച്ചോണ്ട് ഇത് ആരെയും പിന്നെ നമ്മൾ വിചാരിച്ചതിനപ്പുറമാണ് ആള് വന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ആള്. കാരണം ഈ വന്നിരിക്കുന്ന ആൾക്ക് ഇവർക്ക് എല്ലാവർക്കും നമ്മൾ സദ്യ ഉണ്ടാക്കി കൊടുക്കണം. നമ്മൾ മേടിച്ച സാധനവും തികയില്ല. അപ്പൊ നമുക്ക് ഇത്ര സാധനങ്ങൾ ഇതിന്റെ ലിസ്റ്റ് അനുസരിച്ച് സാധനങ്ങൾ ഇന്നലെ കൂടെ നല്ലതാണ് നമ്മൾ കുറച്ച് സാധനങ്ങൾ ഇവിടെ ഇറക്കിയത്. നിങ്ങൾ ഈ ആൾക്കാരെ മൊത്തം വിളിച്ചോണ്ട് വന്നാൽ നമ്മൾ എന്ത് ചെയ്യാനാണ്? നിങ്ങൾ പിന്നെ ആൾക്കാരെ ഈ സാധനങ്ങൾ എഴുതിയിട്ടുണ്ട്. ആവശ്യമില്ല. കാലത്ത് 1 കിലോ. ഇത് കാലത്ത് 1 കിലോ. നേരെ നോക്കി വായി. ക്യാരറ്റ് നേരെ വല്ല എഴുതണോടാ ഇത്. തത്തമ്മ 2 തത്തമ്മ അല്ലടാ മത്തങ്ങ. ലോക തോൽവിയാന്നല്ലോടാ ഇത്. കഷണ്ടിയും ക്രിസ്മസും. എന്താ വായിക്കുന്നത്? കശുവണ്ടിയും ക്രിസ്മസും പായസത്തിടാനെന്ന്. ഓ എന്റെ പൊന്നെ, എടാ എവനെയൊക്കെ കൊള്ളാ നിനക്ക് പണിക്ക് കിട്ടിയത്. പിന്നെ പൊന്നെ നീങ്ങി വന്നടാ, നീങ്ങി വന്നേ. നീ എഴുതിയിരിക്കുന്ന 2 കവർ ആ സാധനം ഉണ്ടല്ലോ, നീ തന്നെ പോയി മേടിച്ചോണ്ടാ. എന്താടാ? തൈര് 2 കവർ. എന്തിനാ എഴുതി വെച്ചേക്കണേ കേട്ടാ?
അതെ. നിന്റെ ശിഷ്യനായിട്ട് പറയുമല്ലേ കേട്ടാ. അവൻ നല്ല പടം വരപ്പുകാരനാണ് കണ്ടാ. ഒരു റോസാപ്പൂവിന്റെ പടം വരച്ചു വെച്ചിരിക്കുന്നത് തകർത്ത. സൂപ്പറായിട്ട് പോവാ. അയ്യോ റോസാപ്പൂന്റെ പടം വരച്ചല്ല, എനിക്ക് കോളിഫ്ലവർ എഴുതാറുണ്ട്. അതുകൊണ്ട് ഒരു പടം വരച്ചത് കടക്കാരന് മനസ്സിലാവും, കൊടുത്താൽ മതി. യവൻ കട്ടത്തോൽവേനാടാ. പിന്നെടാ ഇങ്ങോട്ട് നോക്കിയേ, നിന്റെ ശിഷ്യനുണ്ടല്ലോ വലിയ ഉത്തരവാദിത്തമുള്ളവനാണ്. അവൻ ഇതെല്ലാം എഴുതി കഴിഞ്ഞിട്ടുണ്ടല്ലോ. അവന്റെ ഒപ്പ് നല്ല ഭംഗിയായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഉപ്പ് ആ ഉപ്പല്ലണ ഉപ്പ്. ബ്രഹ്മാണ്ടം. എടാ ഇവനെ ഉള്ളോടാ നിനക്ക് ഇത് കിട്ടിയത്. അവരിപ്പോ വരും. അവരിപ്പോ വരും. പിന്നെ ചേട്ടാ അവരുടെ മുന്നിൽ നീ നമ്മളെ നാണം കെടുത്തരുത്. നല്ല നല്ല ഭക്ഷണമായിരിക്കണം അവർക്ക് കൊടുക്കുന്നത്. പറഞ്ഞ് അരിഞ്ഞിട്ടേക്കരുത്. നമ്മളെ നാളെപ്പറ്റി നിങ്ങൾക്ക് അറിഞ്ഞൂടാത്തോണ്ടാ. അങ്ങനെ സാമ്പാർ നിങ്ങൾ കൂട്ടിയിട്ടുണ്ടോ? എന്ത് രസം അറിയാമോണ്ണ. സാമ്പാർ അങ്ങനെ രസമാവണം. അങ്ങോട്ട് പണിയടാ. എന്താ വേറെ ഇത്? എടാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി നിൽക്കാതെ വല്ലൊക്കെ ചെയ്യടാ. ഇത് എന്നെ നിങ്ങൾ നാണം കെടുത്തുവോ? ചെറുക്കൻ്റെ അമ്മാവനാ ഞാൻ. ആ അതേണ്ട പറഞ്ഞു തീർന്നില്ല. പെണ്ണും ചെറുക്കനും ഇങ്ങനെ എത്തിക്കഴിഞ്ഞ്. നമസ്കാരം. പിന്നെ എന്താ വരാൻ എന്തോ താമസിച്ചത്? അത് ലേറ്റ് ആയോ? എന്റെ തമ്മിലെ കോമഡി അടിച്ചോണ്ട് വന്നിരിക്കും. എന്താണ് ഇത്? പിന്നെ നിങ്ങൾ ഇത്രയും പേരുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ എന്ത് ചെയ്യും? ബാക്കിയുള്ളവർ ഒരുപാട് ദൂരെ നിന്ന് കടന്നു വന്നതല്ലയോ, അവർക്ക് വിശന്നു, അവര് സദ്യ കഴിക്കാൻ കയറി. അപ്പൊ നിങ്ങളെന്താ കയറാഞ്ഞ്? ഞാൻ കയറാത്ത വേറെ ഒന്നുമില്ല, കയറിയപ്പോൾ സീറ്റ് കിട്ടിയില്ല, ഇറങ്ങി പോരുന്നതാ. വലിയ കാര്യമായി പോയി. ഇല്ല പിന്നെ നിങ്ങളിങ്ങനെ നോക്കി വെക്കാതെ അനുഗ്രഹം വാങ്ങി. ഓ ഷെടാ പൊന്നന്റെ പൊന്നളിയാ, നീ പറഞ്ഞോണ്ടാണ് നമ്മൾ ഓർത്തത്. എല്ലാ കാര്യത്തിലും നമ്മൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ കൂടി അറിയാം. ഇപ്പൊ മോനിക്കൊന്ന് മോൻ എന്നെ നിന്റെ അമ്മാവനാണ് ഞാൻ, നല്ലതായിട്ടൊന്ന് അനുഗ്രഹിച്ച്. എന്തൊരു കാണിക്കണത്? നിങ്ങളെന്തിനാ അനുഗ്രഹം വാങ്ങണത്? നിങ്ങളെ അനുഗ്രഹം അവരല്ലേ മേടിക്കേണ്ടത്? എന്റെ അനുഗ്രഹം ഇവരാണ് അവിടെ വന്നപ്പോഴേ പറഞ്ഞിട്ടില്ലേ ഇവിടെ ഒന്ന് കുരുത്തക്കേട് കാണിക്കുന്നത് മര്യാദ. ഞാനല്ലേ സൗണ്ട് ഉണ്ടാക്കി ബലൂനല്ലേ വീണ്ടും പൊട്ടി അടിച്ചാൻ പൊട്ടിക്കളയാ. പോടാ നിന്നെക്കട്ടെ എത്ര വയസ്സ് മുമ്പാടാ? ഇങ്ങനെ അങ്ങനെ മൂത്തരുടെ മുഖത്തോക്കി വിളിക്കുന്നത്? ഇല്ല, മൂത്തരെ ബഹുമാനിക്കാൻ പഠിക്കണം. അവരെ നമ്മൾ ബഹുമാനിക്കണം, ഒരുപാട് ബഹുമാനിക്കണം. ഇനി മേലാൽ മോനിങ്ങനെ ചീത്ത വിളിക്കരുത് കേട്ടാ. ഇല്ല ഇല്ല ഇനി വിളിക്കത്തില്ല കേട്ടോ. ഇതോ പുതിയ പെണ്ണിന്റെ ആങ്ങളെയാ. പുതിയ പെണ്ണിന്റെ ആങ്ങണയാ? അയ്യോ ബെസ്റ്റ് ബോംബാൻ കൊണ്ടുപോയേക്കണം. ഞാന് കൊഞ്ചിച്ച് വളർത്തിയതാ കേട്ടോ. എവന്റെ കൊഞ്ചലിച്ചിരങ്ങ് കൂടിപ്പോയി. ഇച്ചിരി കൂടിപ്പോയി. അത് പോട്ടെ, വരെ കാര്യങ്ങൾ സംസാരിക്കാം. കാര്യങ്ങൾ ഞാൻ പറയാൻ വന്ന വേറെ ഒന്നുമല്ല, തന്തയില്ലാത്ത പെണ്ണാണ്. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്, തന്തയില്ലാതെ വളർന്നു വന്നൊരു കുട്ടിയാണ്. അപ്പൊ അവരെ നോക്കാൻ ആരും ഇല്ലായിരുന്നു, ഞാനാ നോക്കി വളർത്തിയത്. അപ്പൊ നിങ്ങളുടെ കയ്യിലോട്ട് അങ്ങ് ഏൽപ്പിക്കുകയാണ്, വേറെ ആരും ഇല്ല. എല്ലാം നിങ്ങൾ മോളെ പോലെ നോക്കി നടത്തി. ഇവിടെ പട്ടി പറ്റി കിടക്കണം. തലവരെ പറയാൻ ഞാൻ പുതിയ തല്ലി കൊല്ലില്ല. പട്ടി കരഞ്ഞല്ലേ അത് അങ്ങേരി കിടന്ന് പോകണം. ഇമ്മാടെ കരയാതെ നിങ്ങള് പെങ്കൊച്ചിനൊക്കെ വിളിച്ചോണ്ട് അകത്തോട്ടൊക്കെ പോയി. എടാ എനിക്ക് വിഷമം കേട്ടാ പെട്ടെന്ന് ഫീലിങ്സ് വരും കേട്ടാ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്ക് അകത്ത് കയറി ഇന്ന് ഷാപ്പാടൊക്കെ കഴിച്ചിട്ട് ബാക്കി വരവ് നമുക്ക് കിട്ടാനുണ്ടല്ലോ. സംസാരിക്കാം. ശ്രീധനത്തോക അതിനെ പറ്റിയൊക്കെ നമുക്ക് സംസാരിക്കാം കേട്ടോ. അകത്തിന് സംസാരിക്കാന്ന്. അപ്പൊ കയറി വാ. മകളെ കറക്റ്റായിട്ട് അരിഞ്ഞിടണം. അണ്ണാ പെണ്ണാടി വിളിച്ചു പെണ്ണ് സൂപ്പർ. അവൻ വെച്ച് നോക്കുമ്പം ആ പെണ്ണ് സൂപ്പർ, കിടില കളർ തന്നെ. പക്ഷെ അവൻ അത്ര നിറം പോരല്ലടാ. കല്യാണം എന്നങ്ങോട്ട് കഴിഞ്ഞല്ലേ ഉള്ളൂ. 2 ദിവസം കഴിയട്ട് ചെറുക്കൻ്റെ തനി നിറം പെണ്ണ് കാണും. അതെ, പെണ്ണ് കാണാൻ വന്നതിൻ്റെ ഒന്നും മനസ്സ് തുറന്ന് ഒന്നും സംസാരിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇപ്പൊ ഇവിടെ ആരുമില്ലല്ലോ. കുട്ടിക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോ കേട്ടോ, കാണിക്കണ്ട, പറഞ്ഞോ. പിന്നെ 2 കൊല പഴവും കൂടെ വേണം. നേരത്തെ ഒരുത്ത ഇവിടെ വന്നില്ലേ, അവൻ പഴങ്ങളെല്ലാം തിന്ന് തീർത്ത്. കൊല പഴം എടുക്കണം. അതൊക്കെ എന്നോടാണോ ചോദിക്കുന്നത്? എടാ നീ അല്ലടാ ചെറുക്ക, അപ്പൊ നിന്റെ അടുത്തല്ലേ ചോദിക്കാനുള്ള. കല്യാണം കഴിഞ്ഞ തേച്ച ഷർട്ടാ അവള് നിന്നെ തേക്കാതെ നോക്കിയോ. എടാ ഇങ്ങനെയൊക്കെ പറഞ്ഞു, നിന്റെ പെണ്ണ് സൂപ്പർ തന്നെ കേട്ടോ, അടിപൊളി, കാണാൻ കിടുക്കട. നിന്റെ സെലക്ഷൻ സൂപ്പർടാ, പക്ഷെ അവളെ സെലക്ഷൻ തോൽവി. സുഗന്ധിയേ, സുഗന്ധി. മനെ നിങ്ങളെല്ലാം പടപട നമ്മൾ അരിഞ്ഞിടണം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത അവതാരം
നിങ്ങളാണോ ഇവിടെ പാചകം എല്ലാം ചെയ്യണം? ഓ ഞങ്ങൾ നോക്കളെ. ചോറൊക്കെ ഉണ്ടോ? ഓ ചോറ് എല്ലാം ഉണ്ട്. പായസം ഉണ്ടോ? പായസവും ഉണ്ട്. ഭയങ്കര രസമാണല്ലേ പായസം. ഓ നമ്മളെ വീട്ടിൽ അവിടെ ഒരു കല്യാണം വന്നിട്ട് പായസം വെച്ചു, 3 പായസം വെച്ച്. അരി പായസം, കടല പായസം എല്ലാം ഉണ്ട്. മാമ, ഓ മാമനെ ആ. ഇങ്ങോട്ട് നോക്കിയാ. എന്താടാ കാര്യം പറ. മാമ പറടാ. മാമൻ കീറു. അവൻ ചോദിച്ചേട്ടാ മാമൻ കീറും. വയ്യാത്ത ചെറുക്കനാണ്, നീ ചുമ്മാ ആവശ്യമില്ലാത്തതിനും ചെന്ന് കയറാൻ ചെയ്യല്ലേ. ഉള്ള കാര്യം ഞാൻ പറഞ്ഞു. ചിലപ്പോ അടിച്ചടിച്ച് ഇങ്ങനെ ആയതാണെങ്കിൽ മാമ ചോദ്യത്തിനെല്ലാം മറുപടി എല്ലാം പറ മാമ. ഹൂ അപ്പൊ അതാ വീണ്ടും ചോദിക്കണ്ട അണ്ണാ കീറും. ചിലപ്പോ അറിയാൻ പറ്റൂടാ ഈ ചെറുക്കൻ്റെ കാര്യത്തിൽ ചിലപ്പോൾ സാധനം കാണും. നമ്മൾ ഇത്രയും നേരം കഷ്ടപ്പെട്ടിട്ട് ഈ കൂട്ടത്തിൽ ഒരുത്തം വന്ന് ചോദിച്ചാണ് ഒരു തുള്ളി അടിക്കണാണ്. ഏവരെയും ചോദിച്ചാ ചിലപ്പോൾ വല്ല അച്ഛൻ ചെന്നൊക്കെ അടിച്ചു മാറ്റി വെച്ചേക്കണാണ്. നീ ചോദിച്ചു ഇടുപ്പിൽ കാണും, ചോദിച്ചോക്കാം. എന്റെ കൂടെ പറ. മക്കളെ, മാമൻ മാത്രമല്ല ഈ മാമനും നന്നായിട്ട് കീറും. രണ്ട് മാമാരും കീറു. നന്നായിട്ട് കീറും. അങ്ങനെയാണെങ്കിലേ മറ്റേ പണ്ടന്റെ പിറക്കെ ഒരു വലിയ പുളിമുട്ട കൊണ്ടിട്ട് എനിക്ക് കീറു. 2 കോടാലിയുണ്ട്. തീയൊക്കെ ഇരിക്കാൻ എല്ലാം ചെയ്യാം. ഇനി നീ ഇവിടെ നിന്ന് കൂടുതൽ സംസാരിച്ചാൽ നീ എന്റെ കീറ് മേടിക്കും. ഉള്ള കാര്യം ഞാൻ പറഞ്ഞു. എന്തൊരു സ്വഭാവം ഇത് മാമ. പിന്നെ ഇതെന്തിനാണെന്ന് അറിയാമോ? ഇത് നിനക്ക് കളിക്കാനാ കണ്ട ഏ? കളിക്കാനാ അതല്ല മാമ, ഇത് എന്തിനാണെന്ന് പറ. എടാ അടുപ്പിൽ വെക്കാനാടാ. അല്ല, പിന്നെ എന്തിന് വേറെ ഒരു കാര്യം വേറെ എന്തൊരു കാര്യം ഇവിടെ ഞാൻ കാണിക്കട്ടാ. നീ കാണിയിട്ട് ഞാൻ കാണിക്കും. നീ പാടാറക്കെ. നീ എന്നെ കാലനാറ്റി ധരിച്ചാണാ. എടാ നീ രാവിലെയൊക്കെ പിടച്ചടിച്ച് അടാ ഇവനെ പറഞ്ഞു വിടണ. എന്റെ കണ്ണു മുമ്പ് എന്നെ കൊല്ലിഞ്ഞ്. നല്ല രസമുണ്ടല്ലേ? ആവശ്യമില്ല ഓരോരോ കാര്യങ്ങളുമായിട്ട് നീ നമ്മളെ ജോലിയും കൂടെ മെനക്കെടുത്താൻ വേണ്ടി പോടാ, നിന്റെ എന്റെ കമ്പനി ഓർത്തുമല്ലടാ. നിന്റെ കമ്പ് പോടാ. എന്റെ മാമനെ നിനക്ക് അറിയാമോടാ? നിന്റെ മാമച്ച ഗുണ്ടയാണ്. നിന്നെ കൊന്നു കോളി വീട്ടിൽ നിന്റെ പരിപ്പും എല്ലാം പോർത്തും എടുക്കുമ്പോൾ നോയത്തോടെ പറ്റി. നിനക്കെന്താ നീ സംസാരിക്കുമെന്നും വേണ്ട. നീ ആദ്യം വിടാ. എന്റെ വേറെ കമ്പനി നീ അടുത്ത നിന്നെത്താണ് നോയത്തുന്ന പോയിട്ട് വരും. അണ്ണാ ക്യാഷ് എടുത്തിട്ട് ചെല്ലണ ചെറുക്കൻ. വേദന ഉണ്ടാണ് കുഴപ്പമില്ലടാ. അണ്ണാ വേറെ പാചകങ്ങളൊക്കെ ഉള്ളത്. നിങ്ങൾ ഈ വയ്യാതെ കിടന്നാൽ ശരിയാവില്ല. ആശുപത്രി പോകും. വേണ്ടത് അണ്ണാ ഞാൻ ആശുപത്രി പോകുന്നു. കുഴപ്പമില്ല. അണ്ണാ ഇല്ല ഞാൻ മിക്സർ തരാം. മിണ്ടാ. അണ്ണാ ആശുപത്രി പോകുന്നു. ഇതിനപ്പുറം പോടാ. ഇത്രയും കിട്ടിയിട്ടും നീ വല്ലാത്ത നിന്റെ- ചങ്കുറപ്പ് എന്നടേ. ജോലി നോക്കടാ പോ. അണ്ണാ ഒന്നുമില്ല അവിടെ ഞാൻ വേറെ സാധനം എടുക്കാൻ നോക്കി. നീ കരട് വന്നു. നീ അത് നീ പോടാ. കല്യാണ വീടാണ്. ആൾക്കാരൊക്കെ കയറി വരുന്ന വീടാണ്. നീ മിണ്ടാ. നാശം ഉണ്ടാക്കരുത്. നിങ്ങൾ പാത്രത്തിൽ അടിച്ച് കയറിയണ എന്തിനാണ്? സൗണ്ട് കേൾക്കാതിരിക്കാൻ എനിക്ക് കരഞ്ഞു തീർത്താനല്ല പറ്റുള്ളൂ. ഒരു മനുഷ്യനായാൽ എന്തെങ്കിലുമൊക്കെ വില വേണം. നാട്ടുകാരെ അറിയിക്കല്ലേ, അല്ല, നാണക്കേടാ. ഇത് നാട്ടുകാരെ അറിയിക്കണം. ഇത് നാട്ടുകാരെ അറിയിക്കണം. ഞാൻ പറയുന്നത് കല്യാണം കഴിഞ്ഞ കേക്ക്. ഇന്നലെയാണ്. എടേ, എന്റെ പൊന്നനിയാ വേറെ ഒന്നുമില്ല. ബാക്കി സ്ത്രീധന തുക ഇന്ന് കൊടുക്കാന്നാ പറഞ്ഞത്. പക്ഷെ എനിക്ക് തരാനുള്ളടത്ത് കിട്ടിയില്ല. ഒരാഴ്ച അവധി ചോദിച്ചു, ഇത്രേ ഉള്ളൂ. വേറെ വിഷയമൊന്നുമില്ല. എനിക്ക് കിട്ടാനുള്ള തുക എനിക്ക് കിട്ടിയേ പറ്റത്തുള്ളൂ. എന്റെ ചെറുക്കനെ അങ്ങനെ ചുമ്മാ ഒന്നും കയറ്റിയൊന്നും പെടുത്തൊന്നുമില്ല. അതൊരു സ്വഭാവമാണ് നിങ്ങൾ പറയുന്നത്. പിന്നല്ല അങ്ങനെ ചെയ്യാൻ വല്ല കാര്യമുണ്ടോ നിങ്ങൾ? മനുഷ്യനായിട്ടുള്ള ആരെങ്കിലും അങ്ങനെ ചെയ്യുവാണ്. എന്താ ഒരു നിസ്സാര കാര്യത്തിനെടി മക്കളെ മരത്തലയാ നീ ഒരു ആണാണോടാ. ഓന്തിന്റെ മുഖം. നിനക്ക് അവളെ ഇഷ്ടമാണോ? എനിക്ക് അവളെ ഇഷ്ടമാണ്. ഇഷ്ടമാണോ? ആ. പക്ഷെ നിനക്ക് അവനെ ഇഷ്ടമാണോ? അവര് തമ്മിൽ പരസ്പരം ഇഷ്ടപ്പെട്ടാണ്. പിന്നെ നിങ്ങൾ ചുമ്മാ കിടന്ന് ഈ കിടന്ന് പ്രശ്നം ഉണ്ടാക്കണതിന് അവരല്ലേ ജീവിക്കാനുള്ളത്. എനിക്ക് എന്തായാലും എനിക്ക് ശ്രീധനം കിട്ടിയേ പറ്റത്തുള്ളൂ. ഞാൻ ഉള്ളത് ഞാൻ പറഞ്ഞേക്കാം കേട്ടാ. ഓ അല്ല പിന്നെ തരാമെന്ന് പറഞ്ഞില്ലേ ഞാൻ. അമ്മാവാ നിങ്ങളൊരു കാര്യം ആലോചിക്കണം. സ്ത്രീധനം വാങ്ങുന്നതും കൊടുക്കുന്നതും തെറ്റാണ്. നിങ്ങൾ അത് മനസ്സിലാക്കണം. ദാണ്ടെ, അപ്പം ഇങ്ങോട്ട് നോക്ക്. ആരും അപ്പൊ സ്ത്രീ ശ്രീധനം തന്നെയാണ് മേടിക്കുന്നില്ല. ഏറ്റവും വലിയ ധനം. അത് നിങ്ങൾ മനസ്സിലാക്കാദ്യം. അപ്പൊ ആരും ശ്രീധനം മേടിക്കുന്നില്ല. മാമ ഞാൻ കല്യാണം കഴിക്കുമ്പോഴേ സ്ത്രീധനം ഒന്നും വാങ്ങിക്കുമില്ല. കേട്ടാ, ബുദ്ധിയില്ലായ്മയാണെങ്കിൽ അവൻ പറഞ്ഞതിൽ കാര്യമുണ്ട്. അതാണ് നമ്മളൊരു കല്യാണ വീട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ ഒക്കെ കണ്ടു. അവർ നല്ലൊരു സ്കിറ്റായിട്ട് നമ്മുടെ മുമ്പിൽ പ്രസന്റ് ചെയ്തു. നിങ്ങൾക്ക് സ്കിറ്റ് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടോ? അങ്ങനെയാണെങ്കിൽ ആ കയ്യടിയിലൂടെ ഒന്ന് അറിയിക്കും അത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഓഡിയൻസിനോട് തന്നെ ചോദിക്കും, സ്കിറ്റിൽ എന്താണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്? പാചകക്കാരന്റെ പെർഫോമൻസ് വളരെ നന്നായിരുന്നു. പാചകക്കാരുടെ അതെ, രണ്ടുപേരെ അതെ. ഇഷ്ടപ്പെട്ടു. പിന്നെ മറ്റേ അനിയൻ ആ പെണ്ണിന്റെ ആങ്ങളായിട്ട് അതെ, വന്ന നന്നായിരുന്നു. ഓക്കെ, മൊത്തത്തിൽ നല്ല സ്കിറ്റ് ആയിരുന്നു. എനിബഡി എൽസ്? വേറെ ആരെങ്കിലും? ഓവറോൾ നല്ലൊരു സ്കിറ്റ് ആയിരുന്നു. ആ പിന്നെ അമ്മാവൻ നന്നായിട്ട് പെർഫോം ചെയ്തു. ആ രണ്ട് അമ്മാവന്മാരുടെ ഇത് കോർഡിനേഷൻ നന്നായിരുന്നു. ആ പിന്നെ പാചകക്കാരൊക്കെ നന്നായിട്ട് ചെയ്തു ആ. അവരുടെ റോൾ.
നന്നായിരുന്നു, ഓവറോൾ നന്നായിരുന്നു. പാചകക്കാരൊക്കെ നന്നായിട്ട് ചെയ്തുകൊണ്ട് നല്ല സദ്യയായിരുന്നു. ഓക്കെ, ആൻഡ് ഈ സൈഡിലുള്ളവർ എന്ത് പറയുന്നു? എനിക്ക് പാചകം അരിയണ സവാള അരിയണയാണ് ഇഷ്ടപ്പെട്ടത്. സവാള അരിഞ്ഞ കൈ മുറിച്ചോ? ഇവന്റെ കൈ ഇടയ്ക്ക് കൈ സ്കിറ്റിനിടയ്ക്ക് മുറിഞ്ഞല്ലേ? അതെന്താ ആത്മാർത്ഥത കൂടി പോയോ? ഞാൻ വിചാരിച്ച് പിന്നെ ഈ കൊണ്ടുവന്ന വിച്ചാത് ഡമ്മി ആയിരിക്കും എന്ന് വിചാരിച്ചു. കൊണ്ടുവന്ന് വിച്ചാത്ത് ഡമ്മി ആയിരിക്കും വിചാരിച്ചു. ആ പറ്റിയ സാരല്ല. ഇടയ്ക്കൊക്കെ നമ്മൾ നിങ്ങളിന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒറിജിനൽ വെക്കാറുണ്ട്. എങ്ങാനും ലോട്ടറി അടിച്ചാലോ? ഓക്കെ, സാരല്ല. അപ്പോൾ പറയൂ. എനിക്ക് അനിയനെയാണ് ഒത്തിരി ഇഷ്ടമായി. അനിയന്റെ തകർപ്പൻ പെർഫോമൻസ് ആയിരുന്നു അല്ലേ? 2 പാചകക്കാർ മൊത്തത്തിൽ കൊള്ളായിരുന്നു, അടിപൊളിയായിരുന്നു. ഓക്കെ, സോ മൊത്തത്തിൽ കൊള്ളായിരുന്നു എന്നുള്ള അഭിപ്രായമാണ് നമ്മുടെ ഓഡിയൻസ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ചോദിക്കാം, ഉല്ലാസ് ചേട്ടാ. അവർ പറഞ്ഞതുപോലെ മൊത്തത്തിൽ നല്ല സ്കിറ്റായിരുന്നു. ഇതിൽ പിന്നെ ദീപു, സാബു, സുമിത്ത്, പിന്നെ അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി, നമ്മുടെ ശ്രീജു. എല്ലാവരും നല്ല പെർഫോമൻസ് ആയിരുന്നു. ശ്രീജു ഒക്കെ നല്ല ലൈഫ് ആർട്ടിസ്റ്റാണ്. അഭിനയം കാണുമ്പോൾ നാച്ചുറാലിറ്റി കൂടുതലായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരാളാണ്. പിന്നെ അദ്ദേഹത്തിന് ആ വെള്ളം കൊണ്ട് ഷട്ടിരിക്കുന്ന ആൾക്ക് എന്നെ ഓർമ്മയുണ്ടോ എന്ന് അറിയത്തില്ല. ഞങ്ങൾ ആദ്യമായിട്ട് പ്രൊഫഷണൽ സമിതിയിൽ, ഞങ്ങൾ രണ്ടുപേരും പ്രൊഫഷണൽ സമിതിയിൽ ആദ്യമായിട്ട് കളിക്കുന്ന അൻസാർ ജിയുടെ കൂടാണ്. എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. ഞാൻ നെൽസനോട് ചോദിച്ചു, അത് നമ്മുടെ ഇന്ന ആളല്ലേ ചോദിച്ചു. ഇപ്പോഴെനിക്ക് പെട്ടെന്ന് പിടികിട്ടിയത്. അപ്പോൾ കല്യാണത്തിന് നമ്മൾ ഒരു ചെറുക്കൻ്റെ വീട്ടിലെ ഒരു കല്യാണ ആഘോഷമാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഈ കല്യാണം നടക്കുന്നതിന് മുമ്പ് പെണ്ണ് കാണൽ ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഈ സംഭവം വെച്ച് നോക്കുമ്പോൾ ഒരു കാര്യം ഞാൻ ഓർക്കുന്നത്, ഒരു ബ്രോക്കർ ഇച്ചിരി ഉടായ്പാണ്. ഈ പുള്ളിക്കാരൻ ഒരു പയ്യനെ പെണ്ണ് കാണിക്കാനായിട്ട് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഈ പെണ്ണ് കാണിക്കുമ്പോൾ ഈ സ്ത്രീധനത്തിൻ്റെ ഒരു ശതമാനം ഇവർക്ക് ബ്രോക്കർ ഫീസുണ്ട്. അപ്പോൾ അത് പറഞ്ഞത് പെണ്ണ് കാണാൻ പോകുന്ന ദിവസമാണ്. കാറിൽ ഇങ്ങനെ പോകുന്ന വഴിക്കാണ് ചെറുക്കനോട് പറയുന്നത്, ഇത്ര ഇപ്പോൾ നല്ലൊരു എമൗണ്ട് ഉണ്ട് സ്ത്രീധനം, അത് ഉറപ്പായി. അപ്പോൾ അതിൻ്റെ ഇത്ര ശതമാനം കൊടുക്കണമെന്ന് പറഞ്ഞ് അന്നേരം പുള്ളിക്കാരൻ സമ്മതിച്ചില്ല. ചെറുക്കൻ അത് പറ്റത്തില്ല, ഇങ്ങനല്ലല്ലോ പറഞ്ഞ, അല്ല ഇത്ര ഞാൻ മേടിച്ചു തന്നില്ല, അതുകൊണ്ട് ഇച്ചിരി എനിക്ക് ഇത്രയും വേണം എന്ന് പറഞ്ഞാൽ ചെറിയ കശപിശയായിട്ടാണ് പെണ്ണ് കാണാൻ ചെന്നത്. അവസാനം ചെറുക്കനോട് പറഞ്ഞു, ഇവിടെ നിൽക്കുന്നു, വെയിറ്റ് ചെയ്യും, ഞാനിപ്പം വീട്ടിലൊന്ന് കയറിയിട്ട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ പെണ്ണിൻ്റെ വീട്ടിൽ എല്ലാവരും റെഡി ആയിട്ടിരിക്കുകയാണ്. ബ്രോക്കർ ആദ്യം ചെന്നു. എന്താ തന്നെ ഉള്ളൂ? പെണ്ണ് കാണാൻ വരാമെന്ന് പറഞ്ഞില്ല. അതെ, ഞങ്ങളെല്ലാം ഇവിടെ റെഡിയാണ്. ചെറുക്കനെവിടെ? ചെറുക്കനാ ഗേറ്റിൻ്റെ അവിടെ നിൽപ്പുണ്ട്. അതെന്താ പരിപാടിയാ? അത് ചെറുക്കനെ എന്താ കൊണ്ടുവരാത്തേ? പെണ്ണ് കാണാൻ പറഞ്ഞ ചെറുക്കൻ വരണ്ടേ? അതല്ല, ചെറുക്കൻ അവിടെ നിൽക്കട്ടെ, ഒരു കാര്യം പറയാനുണ്ട്. എന്ത്? അല്ല, പെണ്ണ് കാണാൻ വരുമ്പോൾ ചെറുക്കനെ കൂടെ അല്ലേ കൊണ്ടുവരേണ്ടത്? ഞാൻ പറഞ്ഞ അത് മറ്റൊന്നുമല്ല, ഇവിടെ പെണ്ണുങ്ങളൊക്കെ ഉള്ളു, ഇവരെ ഒന്നും വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ലെന്ന്. ചെറുക്കൻ്റെ ഇമേജ് കളഞ്ഞു. ഉടക്കി വന്നതുകൊണ്ട് കല്യാണം തന്നെ മുടക്കി. കമ്മീഷൻ കുറഞ്ഞതിന്റെ പേരിൽ ആ കല്യാണം തന്നെ മുടക്കി കളഞ്ഞു. അപ്പൊ എഗെയിൻ ഇവരും ഇതിനകത്ത് പറഞ്ഞത് ഇതുപോലെ ഒരു സ്ത്രീധനം റിലേറ്റ് ചെയ്തൊരു വിഷയത്തിലാണ് കൊണ്ട് അവസാനിപ്പിച്ചത് അല്ലേ? സ്ത്രീധനത്തിന്റെ വിഷയം വന്നുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. മനസ്സിലായി. അപ്പൊ ബുദ്ധി ഇല്ലാത്ത ആൾക്കാർ പോലും അങ്ങനെ, അവൻ ബുദ്ധി ഇല്ലെങ്കിൽ കൂടി അവനത് പറഞ്ഞല്ലോ എന്നുള്ളൊരു പോയിന്റിലാണ് അവര് അതുകൊണ്ട് അവസാനിപ്പിച്ചത്. പിന്നെ സാബു ഒക്കെ നല്ല സാധ്യമായിട്ട് പെർഫോം ചെയ്തു. ദീപു നെടുന്തൂണായിട്ട് നിന്നു. സുമിത്ത് എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തു. നെൽസൺ ചേട്ടാ? നല്ല സ്കിറ്റായിരുന്നു, അടിപൊളി സ്കിറ്റ്. എല്ലാവരെയും നമുക്കറിയാവുന്നവർ തന്നെ. ദീപു നല്ല മന്ദബുദ്ധിയുടെ ഒറിജിനാലിറ്റി ആയിരുന്നു. നമുക്ക് നോക്കിയപ്പോൾ ആ ദേഷിക്കുന്ന ഭാവമൊക്കെ സാധാരണ നമുക്കങ്ങനെ നീ അങ്ങനെയുള്ള ഒരു മനുഷ്യനാണെന്ന് നമുക്ക് തോന്നിപ്പോയി. സാബു എല്ലാവരും നല്ല രീതിയിൽ. ദീപു ഈ രഹസ്യമായിട്ട് ഇങ്ങനെ പറയുന്നത്, അത് നമ്മൾ ഒറിജിനലായിട്ട് പറയുന്നത്, ജീവിതത്തിൽ പറയുന്ന പോലെ സ്റ്റേജിൽ പറയുന്നത്. അങ്ങനെ പറയുമ്പോൾ നമുക്ക് ഈ കേൾക്കത്തില്ല ആൾക്കാർക്ക്. അത് ഉറക്കെ പറഞ്ഞാൽ മതി, കുഴപ്പമില്ല. രഹസ്യം പറയുന്ന പോലെ ആക്ഷൻ കാണിച്ചിട്ട് ഉറക്കെ പറഞ്ഞാൽ മതി, എല്ലാവരും കേൾക്കത്തില്ല. ഇപ്പോൾ മനസ്സിലായോ? കുറച്ചുകൂടി ലൗഡ് ആവാം. അങ്ങനെ എന്തായാലും നന്നായിരുന്നു, അടിപൊളി സ്കിറ്റായിരുന്നു. നമ്മളോട് കേട്ടില്ല, നല്ല കൗണ്ടറാ പറഞ്ഞത്, നമ്മൾ കേട്ടില്ല. ദീപു പറഞ്ഞ പല ഡയലോഗ്സും രജിസ്റ്റർ ആയില്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. ചിലപ്പോൾ ഒരു അഭിപ്രായം പറഞ്ഞാൽ മറ്റേ രീതി കാണാൻ. അതെ, ഇവിടെ അതൊരു ജഡ്ജ്മെന്റ് അല്ല, നമ്മളെല്ലാവരും കാഴ്ചക്കാരാണ്. നമ്മളൊക്കെ അഭിപ്രായം പറയും. കുറ്റമുണ്ടെങ്കിൽ ഞങ്ങൾ കുറ്റം പറയും, നല്ലതാണെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യും. കാരണം ചിലപ്പോൾ കറക്റ്റ് ആയിരിക്കും. അതെ, ഇവിടെ ഓഡിയൻസ് ചിരിക്കണമെന്നുണ്ടെങ്കിൽ അതെ ശരിയാണ്, അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ആൻഡ് നിങ്ങൾ നിങ്ങളുടെ പെർഫോമൻസിൽ ഹാപ്പി അല്ലേ? വിചാരിച്ച പോലെ എല്ലാം എത്തി അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ പ്രേക്ഷകരോട് ചോദിക്കാം, നമ്മുടെ ഓഡിയൻസ് ആയിട്ട് എത്തിയിരിക്കുന്ന ആളുകളോട് ചോദിക്കാം, ഇവർക്ക് എത്ര സ്റ്റാർസ് ആണ് നിങ്ങൾ കൊടുക്കാൻ പോകുന്നത്? നിങ്ങൾക്ക് പെർഫോമൻസ് എത്രമാത്രം ഇഷ്ടപ്പെട്ടു? എത്ര സ്റ്റാർസ്?
പെർഫോമൻസിന് ഓഡിയൻസ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത് 4 stars ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നത് 5000 രൂപയുടെ ഒരു ഗിഫ്റ്റ് വൗച്ചർ കൂടിയാണ്. അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്വാഗതം ചെയ്യാണ് ഉല്ലാസേട്ടൻ ആൻഡ് നെൽസൺ. ഇന്നത്തെ കോമഡി മസാലയുടെ വേദിയിലേക്ക് സ്പെഷ്യൽ പെർഫോമൻസുമായി എത്തുന്നു ജസ്റ്റിൻ പൊൻകുന്നം. ജസ്റ്റിൻ, നമസ്കാരം. നമസ്കാരം. റെഡിയാണോ? റെഡിയാ. എന്താണ് ഞങ്ങൾക്ക് വേണ്ടി ഇന്ന് കരുതിയിട്ടുള്ളത്? ഇന്ന് ഞാൻ ആദ്യം ഒരു സീരിയൽ താരത്തിന്റെ ശബ്ദം അനുകരിക്കാം. ഓക്കെ. നമ്മുടെ തട്ടിമുട്ടിയൻ സീരിയലിലെ അർജുനേട്ടൻ, അദ്ദേഹത്തിന്റെ ശബ്ദം. ഓക്കെ. മോഹനവല്ലി, മോഹനവല്ലി അമ്മ, ഞാനൊരു കവിത ചൊല്ലട്ടെ അമ്മേ, നല്ലതല്ലേ അമ്മ? അമ്മയുടെ ഫോട്ടോ വെക്കാതാ പറഞ്ഞ അർജന്റീനയുടെ ഫ്ലെക്സിന്റെ താഴെ 1500 രൂപ വേണമെന്ന കമലാസനം പറഞ്ഞ നല്ലതല്ലേ അമ്മേ? അമ്മ മേഴ്സി, മേഴ്സി അല്ലേ അമ്മേ, മെസ്സി എന്നാ പറഞ്ഞാലേ കന്നുകാലിയുടെ മോഹന്റെ അമ്മയ്ക്ക്. മോഹനവല്ലി വേണ്ട, അമ്മയാ നല്ലത്. താങ്ക് യു. അടിപൊളിയായിട്ടുണ്ടായിരുന്നോ ജസ്റ്റിൻ? ഇനി അടുത്തത് നമ്മുടെ അമർ അക്ബർ ആന്റണി എന്ന സിനിമയ്ക്കകത്ത് പൃഥ്വിരാജന്റെ അച്ഛനായിട്ട് കരിങ്കാശ് ചേട്ടൻ, അദ്ദേഹം ഒരു ഹോസ്പിറ്റൽ സീൻ ഉണ്ട്. അതൊരു ഒരു ഹിറ്റ് സീനാണ് അല്ലേ? അപ്പൊ പൃഥ്വിരാജ് ഒന്ന് സൈഡിൽ വന്നിരുന്നിട്ട് ചോദിക്കും, എങ്ങനെയുണ്ട് അച്ഛാ നേഴ്സുമാരൊക്കെ? ഇദ്ദേഹം പറയുന്ന മറുപടി, 1-2 കൊള്ളാം. നൊമ്പരത്തിലെ ദീപിയുടെ പ്രസവം ഒറ്റ രമേശനാണോ ദിനേശനാണോ എന്നറിയാം. ചന്തമേടത്തി ഇത് കുറച്ച് വരാനും കൊട്ടമ്പുള്ളിക്കിട്ട് പറ്റ കലക്കും അച്ഛനെന്നെ കുടി നിർത്താനെന്ന് പ്രാർത്ഥിക്കണം. പെട്ടെന്നൊന്നും വേണ്ട, ചവരം പോലെ പ്രാർത്ഥിക്കാൻ മതി. അടിപൊളി. ഇനി അടുത്തത് നമ്മുടെ വെള്ളിമൂങ്ങ സിനിമയില് അജു വർഗീസിന്റെ ചെറിയൊരു പോർഷൻ. അജു വർഗീസിന്റെ വോയിസ്. എന്റെ പൊന്നു മാമ്പച്ച പരനാരി, നിന്നോട് ഒരു 100-110 പ്രാവശ്യം ഞാൻ പറഞ്ഞില്ലേ, ആവശ്യമില്ലാത്ത കാര്യത്തിൽ കയറി ഇടപെടരുത്. ഇത് ഞാൻ ഗോവയ്ക്ക് പോകാൻ വേണ്ടി വെച്ചിരിക്കുന്ന കാശാണ് മോനെ, ഇതിൽ നിന്ന് ഞാൻ 5 പൈസ തരില്ല. അജു വർഗീസ്. ഇനി അടുത്തത് ഇനി മലയാള സിനിമയിലെ ഹാസ്യ ചക്രവർത്തി ഇപ്പോഴും ജഗതി ശ്രീകുമാർ തന്നെയാണ്. അപ്പൊ അദ്ദേഹം പഴയതിലും ഉഷാറായി മലയാള സിനിമയിലേക്ക് തിരിച്ചു വരട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി അദ്ദേഹത്തിന്റെ ഓൾഡ് വോയിസ്, പഴയകാലം. കൂട്ടുകൂട്ടാരങ്ങളിൽ കളിയിൽ ഹമ്മാനവാടി പഞ്ചപാണ്ഡവർ രഞ്ജകത്തെ ഛജലിപ്പിച്ച പഞ്ചരക്തത്തിന്റെ തൊഴിൽ നിന്റെ മൃദുല മനോഹരവേദിയിൽ ഹൊടഞ്ഞു തൂക്കിക്കിടക്കാൻ ദാഹമാകുന്നു പ്രിയേ. ഏതായാലും വന്ന സ്ഥിതിക്ക് ഒരു പാട്ട് പാടി വെച്ചു പോകാം. രാമ ശ്രീരാമ തേടി വരുന്നു ഞാൻ, നീ പോകൂ വഴിയെല്ലാം സീത വരും കൂടെ. നല്ല മൂടല്ലേ? ഓക്കെ. അപ്പൊ ജഗതി ചേട്ടൻ കഴിഞ്ഞു. ഇനി അടുത്തത് ശ്രീ ലാലു അലക്സിന്റെ ശബ്ദം. ഓക്കെ. എന്റെ പൊന്നു മോളെ സുസേ, നിന്റെ സൗന്ദര്യം കണ്ടിട്ടൊന്നും ലിച്ചാൻ നിന്നെ കെട്ടിയെടുത്തോണ്ട് ഇങ്ങോട്ട് വന്നത്. നിന്റെ അപ്പന്റെ സ്വത്തും മണവും കണ്ടേച്ചും തന്നെയാ. അധികം തേച്ച് പിടിച്ച് കഴുകും. പിന്നെ വന്ന സ്ഥിതിക്ക് ഒരു പാട്ട് പാടി വെച്ചും പോകാം. എന്റെ അടുത്ത് നിൽക്കുവാൻ യേശുണ്ട്, എല്ലാരും വരവേ. എന്റെ ദുരിതമൊന്നുമില്ല മൗനെടുക്കും പോലൊക്കെ നാളോരെ. അവസാനമായിട്ട് ചെറിയൊരു വെടിക്കെട്ടാണ്. വെടിക്കെട്ടെന്ന് പറഞ്ഞാൽ അപകടമില്ലാത്ത വെടിക്കെട്ടാണ്. ഈ വെടിക്കെട്ടിനകത്ത് ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് എലിവാണമാണ്. മേളി പൊട്ടി പല കളറിലൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനൊരു 3 രാഷ്ട്രീയക്കാരാണ് ഈ എലിവാണം വിടുന്നതെങ്കിൽ അവരുടെ ശബ്ദവുമായിട്ട് ഏകദേശം സാമ്യം കാണും ഈ എലിവാണത്തിന്. ആദ്യമായിട്ട് എലിവാണം വിടാൻ പോകുന്നത് നമ്മുടെ പുതുപ്പള്ളിയിൽ നിന്നും ഉമ്മൻചാണ്ടി സാറാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ എലിവാണത്തിന് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഉമ്മൻചാണ്ടി സാർ എലിവാണം വിട്ടാൽ ഉറപ്പായിട്ടും അച്യുതാനന്ദ സാറും ഒരു എലിവാണം. അദ്ദേഹം പ്രായമായ ഒരു എലിവാണമാണ്. അപ്പം വളരെ ശ്രദ്ധിച്ചിരുന്നാൽ മാത്രമേ ഈ എലിവാണത്തിന്റെ ശബ്ദം കേൾക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ശ്രീ അച്യുതാനന്ദൻ സാർ വിടുന്ന എലിവാണം. ഏകദേശം ഇങ്ങനെ ആയിരിക്കും. അവസാനമായിട്ട് എലിവാണം വിടാൻ പോകുന്നത് കേന്ദ്രത്തിൽ നിന്നാണ് നമ്മുടെ AK ആന്റണി സാറാണ്. അദ്ദേഹത്തിന്റെ
സ്വഭാവം അറിയാം, വാക്കിലും നോക്കിലും പ്രവൃത്തിയിലും ഒന്നും ആരെ വേദനിപ്പിക്കാത്ത ആളാണ്. നൈസ് സൗണ്ടാണ്. വളരെ ശ്രദ്ധിച്ചിരുന്നാൽ മാത്രമേ ഈ എലിവാണം കേൾക്കാൻ പറ്റുള്ളൂ. AK ആന്റണി സാറിന്റെ എലിവാണം. കിട്ടുവി ടീ ടു ടിക്കു ടുക്കു പടക്ക്. താങ്ക് യു. ജസ്റ്റ് പൊളിച്ച് അടിപൊളിയായിരുന്നു. എന്തായാലും ആദ്യം സ്റ്റാർസിന്റെ ഒക്കെ സൗണ്ട് അനുകരിച്ച് അവസാനം ഒരു വെടിക്കെട്ടിൽ കൊണ്ട് നിർത്തി നന്നായി നല്ലോണം ചിരിച്ചു. ഓഡിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? ജസ്റ്റിൻ ഇഷ്ടപ്പെട്ടാ? കൈയടിക്കുന്ന ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു ഉല്ലാസേട്ടാ? ഇഷ്ടപ്പെട്ടാ? ഒന്നും പറയുന്നില്ല, തകർത്തു, സൂപ്പർ. പിന്നെ രാഷ്ട്രീയത്തിൽ അത് നമുക്ക് കോമഡി ഉണ്ടായിരുന്നു. അതെ, ഒരു പുതുമ ഉണ്ടായിരുന്നു, ചിരിക്കാൻ അത് തന്നെ എനിക്ക് ഞാൻ പറയാനായിട്ടിരിക്കുകയായിരുന്നു. ശബ്ദം മാത്രമല്ല, നല്ല അവസാനം നല്ല സൂപ്പറായിട്ട് എല്ലാവരും ചിരിപ്പിക്കുന്ന ഒരു കോമഡി സ്കിറ്റ് പോലായിരുന്നു നമ്മൾ. അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. താങ്ക് യു. അത് ചിരിക്കാൻ കാരണം AK ആന്റണി സാറിന്റെ എല്ലാവർക്കും അദ്ദേഹത്തിന്റെ സംഭാഷണവും അദ്ദേഹത്തിന്റെ രീതി അറിയാവുന്നതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ അത് വന്നപ്പോഴാണ് ഏറ്റവും ഫൈനലി അത് ചെയ്തു. എല്ലാവരും നന്നായിട്ട്. അപ്പൊ ഗംഭീരമായിട്ടുണ്ടായിരുന്നു ജസ്റ്റിന് ഒരു മാസ്റ്റർ പീസ് ആണെന്ന് കേട്ടിട്ടുള്ളത് കമൽഹാസൻ സാറിന്റെ ശബ്ദമാണ്. കമൽഹാസൻ സാറിന്റെ പഴയകാല വോയിസ് ആണ്. തെനാലി എന്ന് പറയുന്ന സിനിമയിൽ ഇദ്ദേഹത്തിന് മാനസികമായിട്ട് ചെറിയ പ്രശ്നമുണ്ട്. അപ്പോൾ ജയറാമേട്ടൻ ഡോക്ടറായിട്ട് ഇരിക്കുമ്പോൾ ജയറാമേട്ടൻ അടുത്ത് വന്നിട്ട് കമൽഹാസൻ തന്റെ വിഷമം പറയുന്ന ഒരു സീനുണ്ട്, സെന്റിമെന്റ്സ്. അറിയാം. ഡോക്ടർ, என் பேரு தெனாலி, நானும் அம்மா சிலோனில் இருந்து வந்தாள். சின்ன வயசுல எல்லாரும் சொல்லியிருக்கிறான் பைத்தியக்காரன். எல்லாருக்கும் சிவமயம்தான், எனக்கு பயமயம்தான் டாக்டர். எலி பயம், புலி பயம், நாடு பயம். எல்லாரும் சொல்லிட்டு இருக்கேன் டாக்டர் பைத்தியக்காரன். ஒரு ஒற்றை இன்ஜெக்ஷன் போதும் டாக்டர். போதும் டாக்டர். താങ്ക് യു. അസലായി ജസ്റ്റിൻ, ഗംഭീര പെർഫോമൻസ്. അപ്പോൾ കുറച്ച് സമയം കൊണ്ട് തന്നെ നമ്മുടെ ഈ സ്റ്റേജിൽ വന്ന് നമ്മുടെ ഓഡിയൻസിനെയും കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരെയും ഒക്കെ കയ്യിലെടുത്ത ജസ്റ്റിന് ഒരു ഗംഭീര കയ്യടി കൂടി. സന്തോഷം, വീണ്ടും കാണാം. താങ്ക് യു. സാറേ വല്ലതും സാറേ വല്ലതും തരാനേ? ഇന്നില്ല, നാളെ വാ. ഇതിപ്പോ സമയം ഒരുപാടായി, കടം കിടന്ന് കൂടെയാണ്. അവസാനം പലിശയും കൂട്ടുപലിശയൊക്കെ ആവും. അതുകൊണ്ടാ പറഞ്ഞേ. സാറേ സാറെങ്കിലും വല്ലതും തോ സാറേ. നാളെ ഓ, അങ്ങനെ റെക്കോർഡിക്ക് വെച്ചേക്കണം. നാളെ ആവട്ടെ. ഇല്ല ഭാഗ്യക്കുറിക്കാർ വരാൻ പറയും പോലെ. എന്തോ സാറേ അത് കൊള്ളാലോ. ഇവിടെ താനിങ്ങനെ പിച്ച എടുത്ത് നടക്കാതെ എന്തെങ്കിലും ബിസിനസ് ചെയ്ത് ജീവിച്ചുകൂടാ? അല്ല, അങ്ങനെ ഒരു പ്ലാൻ ഉണ്ട് സാറേ. എനിക്ക് ബിസിനസ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട് എനിക്ക്. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരുത്തനെയും കൈ കടത്തരുത്, ഒറ്റയ്ക്ക് നോക്കിക്കോണം എല്ലാം. അല്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സംഭവം അത് പൊളിയും. എന്ത് കൈ കടത്താൻ പറ്റില്ല. കൈ കടത്തി കഴിഞ്ഞാൽ ആ ബിസിനസ് മേലോട്ട് പോകും. ആണോ? പിന്നെ അപ്പൊ എന്ത് ബിസിനസ്സാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത്? നമ്മളീ കയ്യുറയുടെ ബിസിനസ്സാണ്. അപ്പൊ ആൾക്കാരെ കയ്യുറയിൽ നമ്മളെ കൈ കടത്തി കഴിഞ്ഞാലേ ബിസിനസ് മുന്നോട്ട് പോകത്തുള്ളൂ. നിന്നെ ഞാൻ ആ തമ്പാനൂര് റെയിൽവേ സ്റ്റേഷൻ അവിടെ കണ്ടായിരുന്നു. തൊട്ടടുത്ത് അവിടെ ദേവീക്ഷേത്രത്തിന്റെ അവിടെ നീ തട്ടുന്നുണ്ടല്ലോ. അതോട്ട് ഭാര്യ വേറെ ഒന്നുമല്ല, ഞാൻ ജോത്സ്യനെ കൊണ്ട് ഇങ്ങനെ ഗണിച്ചു നോക്കി. അപ്പൊ ജോത്സ്യം പറഞ്ഞു എത്രയും പെട്ടെന്ന് നീ അവിടെ നിന്ന് മാറി ആ ക്ഷേത്രത്തിന്റെ സൈഡിലോട്ട് പൊക്കോന്ന് പറഞ്ഞു, ഇല്ലെങ്കിൽ നീ തെണ്ടി പോകുന്നു പറഞ്ഞു. ഭയങ്കര ഈശ്വര വിശ്വാസം എനിക്ക്. സാറേ വല്ലതും താ സാറേ. എടാ എന്റെ ചേഞ്ച് ഇല്ല. ഓ, കോമഡിയുടെ കാര്യത്തിലും ചേഞ്ച് ഇല്ല, കാശിന്റെ കാര്യത്തിലും ചേഞ്ച് ഇല്ല. എന്റെ പൊന്നോ, നീ ഇങ്ങനെ ആക്കി നടക്കാണ്. നിനക്ക് എന്തെങ്കിലും സമ്പാദ്യം പോലെ നിനക്ക്? സമ്പാദ്യം കൊള്ളാം, സമ്പാദ്യം ഉണ്ട് സാറേ. നമ്മളെ പിന്നെ തമ്പാനൂര് ടൗണില് ഒരു കിടിലം വീടല്ലേ, ഒരു കിടുക്കാച്ചി വീട് പിന്നെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഓഹോ, 5000 സ്ക്വയർ ഫീറ്റ്. 5000 സ്ക്വയർ ഫീറ്റ്? പിന്നെ 5000 സ്ക്വയർ ഫീറ്റ്. പിന്നെ ഹാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ഹാള് 18 റൂം. ഓരോ റൂമിലും ബാത്റൂം അറ്റാച്ച്ഡ്. അത് കൊള്ളാം. പിന്നെ അടുക്കള മാത്രമില്ല. അടുക്കളയില്ല? അതെന്ത് പറ്റി? തെണ്ടി തിന്നുന്നവൻ എന്തിനാ അടുക്കള? ആവശ്യമുണ്ടോ? ബുദ്ധിയുണ്ട് സാറേ. ഭയങ്കര വിശപ്പ്. അല്ല സാറേ, എന്റെ സംസാരം കേട്ട എന്തോ പറയാ. നീ ആ മെസ്സിലൂടെ അല്ല അവിടെ എന്തെങ്കിലും കാണും.
ഉണ്ടോ അവിടെ കാണും. ബസ്സിൽ ചെന്നാൽ മതി. മധുരമുള്ള വല്ലതും കാണും. അതിന് മധുരമുള്ളത് എന്റെ ഹാപ്പി ബർത്ത്ഡേ ആണെന്ന്. ഹാപ്പി ബർത്ത്ഡേ അയ്യോടാ അശോ അത് അറിഞ്ഞില്ലല്ലോടാ. വാ ഓഹോ, ഇതൊക്കെ നേരത്തെ പറയണ്ടേടാ, വിഷമായി പോലോടാ. അതിരിക്കട്ടെ. 10 രൂപ എന്ത് കൊള്ളാം. ആ നിങ്ങൾ കേൾക്കണം, ഒരു 5 കൊല്ലത്തിന് മുമ്പ് ഞാൻ ഇതേപോലെ തെണ്ടാൻ ചെന്ന് ഇങ്ങനെ എടുത്ത് അന്ന് എനിക്ക് 100 രൂപ 100 രൂപ. അന്ന് ചെലവൊന്നുമില്ലടാ, അങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കുന്ന സമയമല്ലേടാ. അത് പോട്ടെ. ഇത് കഴിഞ്ഞിട്ട് അതിന്റെ നേരെ പിറ്റേത്തെ വർഷം ചെന്നപ്പോഴത്തെ നേരെ പകുതിയായി 50 രൂപ. അപ്പൊ കല്യാണം കഴിഞ്ഞില്ലേ, ചെലവൊക്കെ ആയില്ലേ? കല്യാണം കഴിയുമ്പോ നമ്മൾ ചെലവിച്ചിട്ട് ചുരുക്കത്തില്ല. അത് കഴിഞ്ഞിട്ട് അതിന്റെ പിറ്റേ വർഷം ചെന്നപ്പോഴത്തേക്ക് അതിന്റെ നേരെ പകുതി 25. അപ്പൊ ഒരു കുട്ടിയായില്ലടാ, അപ്പൊ അതിന് നമുക്ക് ചെലവ് കൂടുതലല്ലേ? ഇതും കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചെന്നപ്പോഴത്തേക്ക് 10 രൂപ. അപ്പോഴത്തെ രണ്ടാമത്തെ കുട്ടിയായി. ഇപ്പൊ ചെലവ് ഇങ്ങനെ കൂടുതലല്ല. ഞാൻ അനാവത്തായിട്ട് ഇങ്ങനെ പൈസ കൊടുത്ത് കൊടുക്കാൻ പറ്റുമോ? അപ്പൊ എന്റെ പൈസ വെച്ചാണ് നിങ്ങൾ കളിക്കുന്നത്. ഈ വല്ലവന്റെ പൈസ വെച്ച് കളിക്കുമ്പോഴേ കുറച്ചൊക്കെ ഒരു ഇത് വേണം. മനുഷ്യരാ, അതല്ലേ എന്റെ ശരി. അത് ശരിയല്ല സാറേ. ഹലോ സാർ, എടാ നീ ഇങ്ങനെ തെണ്ടി നടന്നാൽ വല്ലവരും തരുമോ? ചില തെണ്ടികൾ തരും, ചില തെണ്ടികൾ തരത്തില്ല. എന്റെ ഉല്ലാസം മണ്ടത്തരം കാണിക്കല്ലേ. പൈസ കൊടുത്താലും തെണ്ടിയാ, പൈസ കൊടുത്തില്ലെങ്കിലും തെണ്ടിയാ. അപ്പൊ പിന്നെ പൈസ കൊടുക്കാതെ തെണ്ടിയാവുന്നല്ലേ നല്ലത്. That's all for today. നമ്മുടെ കോമഡി മസാലയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്.